പണ്ടൊക്കെ പ്രസവമുറിയിലേക്ക് വയറ്റാട്ടിയെ കടത്തിവിട്ടിട്ട് കാർന്നോത്തിമാർ ഇങ്ങനെ കാവലിരിക്കുമായിരുന്നു. മേക്കപ്പ് റൂമിലേക്ക് കടത്തിവിടാത്തതിന് കല്യാണം കൂടാനെത്തിയ നാരായണി അമ്മയുടെ വക വിമർശനം. വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയ മേക്കപ്പ് മഹാമഹം 1 മണിക്കൂർ പിന്നിട്ടതും പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് പുറത്തേക്ക് തലയിട്ട് ചോദിച്ചു, കുട്ടിയുടെ അമ്മ എവിടെ? അമ്മ ഓടിയെത്തി. റൂമിനകത്തേക്ക് പോയി. ഇരട്ടി സ്പീഡിൽ പുറത്തിറങ്ങി. അലമാരകൾ വലിച്ചു തുറന്ന് തുണികൾ താഴെയിട്ട് തപ്പാൻ തുടങ്ങി. എന്തു പറ്റി? ആഭരണം വല്ലതും? ചുറ്റും കൂടിയവർ ചോദിച്ചു. ഹേയ് അല്ല, കുട്ടിയുടെ സാരി ബ്ലൗസ് കാണുന്നില്ല. തലേ ദിവസത്തെ പാർട്ടിയുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയ വധുവിൻ്റെ അച്ഛനെ തട്ടി ഉണർത്തി അമ്മ ചോദിച്ചു, നിങ്ങളത് പയ്യന് കൊടുത്തുവിട്ട കൂടെയോ മറ്റോ കൊടുത്തുവിട്ടോ? പയ്യൻ്റെ വീട്ടിലെ ഫോൺ വെളുപ്പാൻ കാലത്ത് ഉറക്കച്ചിലച്ചു. എല്ലാവരും ചാടി എഴുന്നേറ്റു. സംഭവം അറിഞ്ഞു. ഉറങ്ങിക്കിടന്ന പയ്യനെ ഉൾപ്പെടെ വിളിച്ചുണർത്തി അലമാരകൾ റെയ്ഡ് ചെയ്തു. നോ രക്ഷ. ഇനിയിപ്പോൾ ഈ മൂക്കാൽ മുഹൂർത്തത്തിൽ എന്ത് ചെയ്യാനാ? 2ാം സാരിയോ മറ്റോ ഉടുക്കാൻ പറ. പയ്യൻ്റെ അച്ഛൻ്റെ സജഷൻ. അപ്പോൾ പയ്യൻ്റെ ഡ്രസ്സുമായി എങ്ങനെ മാച്ചാവും? പെണ്ണിൻ്റെ അമ്മ. തൽക്കാലം പയ്യനുമായി മാച്ചായാൽ മതി. 2 വീട്ടിലെയും അച്ഛന്മാർ തീരുമാനത്തിലെത്തി. 500,000-ഓളം രൂപ വില വരുന്ന സാരി വാങ്ങി ഡിസൈനറെ കൊണ്ട് ബ്ലൗസ് തയ്പ്പിച്ചത് 1 മാസം കൊണ്ടാണ്. വധുവിൻ്റെ കണ്ണ് നിറഞ്ഞു. സാരിക്ക് മാച്ചാകുന്ന വിധം മുല്ലപ്പൂവ് പച്ച ചരടിൽ കുരുത്ത്, പച്ചിലകൾ ഇടയ്ക്ക് വച്ച്, പച്ച ഐഷാഡോ, പച്ച നെയിൽ പോളിഷ്, പച്ച ലിപ്സ്റ്റിക് വരെ ഇട്ടു അത്രേ. നാരായണി അമ്മയ്ക്ക് ചിരി പൊട്ടി. മേക്കപ്പ് റൂമിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടവർ പലരും സംശയത്തിൻ്റെ നിഴലിലായി. സകലർക്കും കുശുമ്പായിരുന്നല്ലോ സാരി കണ്ടപ്പോൾ. എല്ലാം ഒരു ഒതുക്കത്തിൽ മതി എന്ന് പറഞ്ഞാൽ പെണ്ണും ചെക്കനും കേൾക്കണ്ടേ? സേവ് ദ ഡേറ്റ്, ഹൽദി, മെഹന്തി, 1 കൊല്ലമായി ഇവിടെ ആഘോഷം തുടങ്ങിയിട്ട്. അമ്മുമ്മയും അമ്മയും ഒന്നുപോലെ കലിപ്പിലായി. അതിന് സേവ് ദ ഡേറ്റിന് ബ്ലൗസ് പോയിട്ട് ഒന്നും വേണ്ടായിരുന്നല്ലോ. ഫോട്ടോകൾ ഫേസ്ബുക്കിൽ വന്ന ആഴ്ച ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അച്ഛൻ്റെ വക വിമർശനം. ബ്ലൗസ് കാണാതായതിന് വിഷമിച്ച് നിന്ന പെൺകുട്ടി കരച്ചിലിൻ്റെ വക്കോളം എത്തി. കരയല്ലേ മോളെ, മേക്കപ്പ് പോകും. ബ്യൂട്ടീഷ്യൻ്റെ ആവലാതി. അങ്ങനെ മെറൂൺ ജുബ്ബയിട്ട പയ്യനും റോസ് സാരി ഉടുത്ത പെണ്ണും പരസ്പരം പൊരുത്തപ്പെട്ട് വിവാഹിതരായി. കല്യാണ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ സാരി ബ്ലൗസ് വീണ്ടും ചർച്ചയായി. എന്നാലും ആരായിരിക്കും അതെടുത്തത്? കല്യാണം അലമ്പാക്കാൻ അസൂയക്കാർ ആരോ പറ്റിച്ച പണിയാണ്. നാരായണി അമ്മ മുതൽ അയൽപ്പക്കത്തെ കുട്ടൻ ചേട്ടൻ്റെ 1.5 വയസ്സുള്ള അപ്പുക്കുട്ടൻ വരെ നീളുന്ന പ്രതിപ്പട്ടിക തയ്യാറായി. ഒരു പകൽ നീളുന്ന കരുതൽ തടങ്കലിലായിരുന്ന ഡാഷ് ഹണ്ട് ഇതെല്ലാം കേട്ട് കൂട്ടിൽ കിടന്ന് കുരച്ചു. മൃഗസ്നേഹിയായ അച്ഛൻ ഞെട്ടി എഴുന്നേറ്റു. എൻ്റെ ഡാഷ് കൂട്ടാ, ജന്തുക്കളുടെ പ്രാക്ക് കിട്ടിയാലും ഇങ്ങനെയൊക്കെ വരും. പാവം, കൂട്ടിൽ കിടന്ന് എത്ര വിഷമിച്ചിട്ടുണ്ടാകും. അച്ഛൻ്റെ സങ്കടം. ഇത്രയും നേരം ആയില്ലേ, ഇനി എല്ലാവരും ഇപ്പോൾ പിരിയും, എന്നിട്ട് തുറന്നു വിട്ടാൽ മതി. അമ്മയുടെ കർശന നിർദ്ദേശം. ആളുകൾ പിരിഞ്ഞു. നഷ്ടപ്പെട്ട ബ്ലൗസ് കണ്ടെത്താൻ എല്ലായിടവും എത്തിനോക്കി നടക്കുന്ന കിച്ചാമണിയെ ചുമതലപ്പെടുത്തി. ഡാഷ് ഹണ്ടിനുള്ള തീറ്റയുമായി അച്ഛൻ കൂട്ടിലേക്ക് പോയി. കൂട്ടിൽ കിടന്ന് മുരളുന്ന ഡാഷ് ഹണ്ടിൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛൻ ഞെട്ടി. ഡാഷ് ഹണ്ടിൻ്റെ വായിൽ കല്യാണ ബ്ലൗസ്. എൻ്റെ ഡാഷേ. അച്ഛൻ തലയ്ക്ക് കൈയും കൊടുത്ത് കൂട്ടിൽ കുനിഞ്ഞിരുന്നു.